ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ചെറുവത്തൂർ കുളനാട് മലയിൽ വിള്ളൽ. വനഭൂമിയിലാണോ വിള്ളൽ അനുഭവപ്പെട്ടത്? നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത്. കാസർഗോഡ് ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ കഴിഞ്ഞ ദിവസം മാത്രം 2 മരണം റിപ്പോർട്ട് ചെയ്തു. മലയോര മേഖലകളിലും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് പെരുമ്പട്ടയിൽ യുവാവ് സ്കൂട്ടർ അപകടത്തിൽ മരിച്ചു. പെരുമ്പട്ട കല്ലുവളപ്പിലെ രഞ്ജിത്താണോ മരിച്ചത്. കുണ്ട്യം പെരുമ്പട്ട പാലത്തിന് സമീപം സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. രാവിലെ റോഡിന് താഴെ കുറ്റിക്കാട്ടിൽ സ്കൂട്ടർ കണ്ട നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ചീമേനി പോലീസ് സ്ഥലത്തെത്തി. കാസർഗോഡ് പുത്തികെ മംഗലടുക്ക തലമുഖർ റോഡിൽ കുന്നിടിഞ്ഞു വീണ പുത്തികെ ധർമ്മത്തടുക്ക തലമുഖറിലെ CPM ബ്രാഞ്ച് ഓഫീസ് തകർന്നു. ഓഫീസിന്റെ പിന്നിൽ നിന്നും മണ്ണു നീങ്ങിയാണ് ചുമരിൽ വിള്ളലുണ്ടായത്. തുടർന്ന് മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. മണ്ണിടിയുന്നതറിഞ്ഞോ ഇവിടെ എത്തിയ പ്രദേശവാസികൾ നോക്കി നിൽക്കെ ചുമരിടിഞ്ഞു ഓഫീസ് നിലംപൊത്തി. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. KMA പ്രസിഡന്റ് CK ആസിഫ് പതാക ഉയർത്തി. സാഹചര്യങ്ങൾ സാധ്യതകളാക്കി മാറ്റണം. പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട, അശോകൻ നമ്പ്യാർ അനുസ്മരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ചെർക്കള ദേശീയപാതയിലെ സർവീസ് റോഡിലെ കുഴിയിൽ ബൈക്ക് വീണ യാത്രികന് ഗുരുതരം. കർണാടക സ്വദേശിയായ കേശവയ്ക്കാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് ഓർമ്മ നഷ്ടപ്പെട്ട യുവാവിന് സ്വന്തം വിലാസം പോലും കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. നിർത്താതെ പെയ്യുന്ന മഴയിൽ മൊഗ്രാൽ നാങ്കി കടപ്പുറത്തെ നിരവധി വീടുകൾ വീണ്ടും വെള്ളക്കെട്ട് ഭീഷണിയിലായി. ഏത് നിമിഷവും വെള്ളം വീടുകളിലേക്ക് കയറുമെന്ന അവസ്ഥയിലാണ്. മെയ് അവസാന വാരം പെയ്ത ശക്തമായ മഴയിലും പ്രദേശത്ത് വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചെറുവത്തൂർ കുളനാട് മലയിൽ വിള്ളൽ. വനഭൂമിയിലാണോ വിള്ളൽ അനുഭവപ്പെട്ടത്? നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത്. ചെറുവത്തൂർ കുളങ്ങാട്ട് മലയിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. വനം വകുപ്പിന്റെ അധീനതയിലുള്ള തുരുത്തി കുളങ്ങാട്ട് മലയിൽ 1.5 അടിയോളം വീതിയിൽ 30ഓളം മീറ്റർ ദൂരത്തിലാണ് വിള്ളൽ. കുഴിക്ക് 1.5 മീറ്ററിലധികം ആഴമുണ്ട്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് MLA M രാജഗോപാലൻ, പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ADM P അഖിൽ, വില്ലേജ് ഓഫീസർമാരായ K സുരേഷ്, വിനോദ് കണ്ണോത്ത് തുടങ്ങിയവരും ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത്. പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങുമെന്ന് അധികൃതർ പറഞ്ഞു. തഹസിൽദാർ, ഹസാഡ് അനലിസ്റ്റ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ കഴിഞ്ഞ ദിവസം മാത്രം 2 മരണം റിപ്പോർട്ട് ചെയ്തു. മലയോര മേഖലകളിലും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ദുരിതപ്പെയ്ത്തിന് നേരിയ ശമനം. കനത്ത മഴയിൽ മിക്ക പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത സർവീസ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പലയിടത്തും ഓവുചാൽ നിർമ്മിക്കാത്തതും കൾവേർട്ടുകൾ പാതിവഴിയിൽ നിൽക്കുന്നതുമെല്ലാം തിരിച്ചടിയായി. ചിലയിടങ്ങളിൽ ഓവുചാലുകൾ കൾവേർട്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല. ചട്ടഞ്ചാലിനും ചെർക്കളയ്ക്കുമിടയിൽ മണ്ണിടിച്ചിൽ തുടരുന്നു. ഇന്നലെ മാത്രം 2 തവണയാണ് ഇവിടെ മണ്ണിടിഞ്ഞത്. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. 7 കിലോമീറ്ററാണ് അപകട ഭീഷണിയുള്ളത്. ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. മലയോര മേഖലകളിലും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ബന്ദിയോട് കൊക്കച്ചാലിലെ തോട്ടിൽ കാണാതായ 8 വയസ്സുകാരനെ കണ്ടെത്തി. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബന്ദിയോട് കൊക്കച്ചാലിലെ സദാത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ വീടിന് മുൻവശത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കാണാതാവുകയായിരുന്നു. വീട്ടിൽ നിന്നും 500 മീറ്റർ അകലെ തോട് 2ആയി പിരിയുന്ന സ്ഥലത്ത് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ ബന്ദിയോട്ടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉപ്പള നയാ ബസാറിലെ AJI ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഹാജിറയാണ് മാതാവ്. സഹോദരൻ സിദ്ദിഖ്.
കാസർഗോഡ് ബാഡൂരിൽ 8 വയസ്സുകാരി കല്ലുവെട്ട് കുഴിയിൽ വീണ് മുങ്ങി മരിച്ചു. മുഹമ്മദിന്റെ മകൾ ഫാത്തിമത്ത് ഹിബയാണ് മരിച്ചത്. കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വെള്ളം നിറഞ്ഞ കല്ലുവെട്ട് കുഴിയിൽ വീഴുകയായിരുന്നു. കാസർഗോഡ് തോട്ടിൽ വീണ വീട്ടമ്മ മരിച്ചു. മധൂർ കേളുഗുഡയിലെ ഗണേഷ് നായിക്കിന്റെ ഭാര്യ ഭവാനിയാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ശങ്കരക്കുഴിയിൽ നടന്നു പോകുന്നതിനിടയിൽ തോട്ടിൽ വീണ് കാണാതായത്. തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പെരുമ്പട്ടയിൽ യുവാവ് സ്കൂട്ടർ അപകടത്തിൽ മരിച്ചു. പെരുമ്പട്ട കല്ലുവളപ്പിലെ രഞ്ജിത്താണ് മരിച്ചത്. കുണ്ട്യം പെരുമ്പട്ട പാലത്തിന് സമീപം സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. രാവിലെ റോഡിന് താഴെ കുറ്റിക്കാട്ടിൽ സ്കൂട്ടർ കണ്ട നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ചീമേനി പോലീസ് സ്ഥലത്തെത്തി. കാസർഗോഡ് പുത്തികെ മങ്കലെടുക്ക തലമുഖ റോഡിൽ കുന്നിടിഞ്ഞു വീണ പുത്തികെ ധർമ്മത്തടുക്ക തലമുഖറിലെ CPM ബ്രാഞ്ച് ഓഫീസ് തകർന്നു. ഓഫീസിന്റെ പിന്നിൽ നിന്നും മണ്ണു നീങ്ങിയാണ് ചുമരിൽ വിള്ളലുണ്ടായത്. തുടർന്ന് മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. മണ്ണിടിയുന്നതറിഞ്ഞോ ഇവിടെ എത്തിയ പ്രദേശവാസികൾ നോക്കി നിൽക്കെ ചുമരിടിഞ്ഞ് ഓഫീസ് നിലംപൊത്തി. കാരംസ് കളിക്കുന്നതിന് 10ഓളം കുട്ടികൾ നിത്യവും എത്തുന്ന സ്ഥലമാണിത്. ഈ സമയത്ത് ആരുമില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. KMA പ്രസിഡന്റ് CK ആസിഫ് പതാക ഉയർത്തി. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ KMA പ്രസിഡന്റ് CK ആസിഫ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ PV പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഹാസിഫ് മെട്രോ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഗിരീഷ് നായക് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം വിതരണം നടത്തി. KVVS ജില്ലാ സെക്രട്ടറി KJ സജി മുഖ്യപ്രഭാഷണം നടത്തി. മാഹിൻ കോളിക്കര, ഹംസ പാലക്കി, C യൂസഫ് ഹാജി, ഷെരീഫ് കമ്മാടം, ശോഭന ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ സ്വാഗതവും മഹേഷ് P നന്ദിയും പറഞ്ഞു. ഫൈസൽ സൂപ്പർ പ്രമേയ വിതരണം അവതരിപ്പിച്ചു. സലാം H, E ബാബുരാജ്, ഷെരീഫ് ഫ്രെയിം, ഷറഫുദ്ദീൻ തോഫ, സമീർ ഡിസൈൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാഹചര്യങ്ങൾ സാധ്യതകളാക്കി മാറ്റണം. പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട. അശോകൻ നമ്പ്യാർ അനുസ്മരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് അടങ്ങാത്ത അഭിനിവേശത്തോടെ അവരവർക്ക് താൽപര്യമുള്ള മേഖലകളിൽ പഠിച്ചു മുന്നേറാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് കേരള സർവകലാശാല ബയോകെമിസ്ട്രി ആൻഡ് മോളിക്യുലർ ബയോളജി വിഭാഗം തലവനും ഡീനുമായ പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട പറഞ്ഞു. അമ്പലത്തറയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന അശോകൻ നമ്പ്യാരുടെ 14ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ നടന്ന അനുസ്മരണ യോഗവും വിജയോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഗൂഗിളിൽ തപ്പിയാലുള്ള ഒരു പ്രശ്നം, അത് ഈ ഒരു ടെക്സ്റ്റ് പുസ്തകം നമ്മൾ വായിക്കുന്ന ഒരു ഫീലിംഗ് അതിൽ കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ChatGPT-യിലോട്ട് വന്നു. അപ്പോൾ ChatGPT-യിൽ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവരെന്താ എഴുതുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാവുകയില്ല. കാരണം ChatGPT-ന്ന് കുറേ കാര്യങ്ങൾ എടുത്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, പുസ്തകം വായനയാണ് അതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ പുസ്തകം വായന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഞാൻ മനസ്സിൽ കാണുന്നത് ഈ എന്താണ് സക്സസ്. ഒരു ശിവഖേരയുടെ ഒരു പുസ്തകമുണ്ട്, നിങ്ങളെല്ലാവരും വായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ്. യു ക്യാൻ വിൻ എന്നുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടൈറ്റിൽ എഴുതിയിരിക്കുകയാണ്, വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെൻറ്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. അതൊന്ന് വായിച്ചു നോക്കുക. പവർഫുൾ സെൻറ്റൻസ് ആണ്. വിന്നേഴ്സ് ഡോണ്ട് ഡു തിങ്സ് ഡിഫറെൻ്റ്ലി,
ഡിഫറെൻറ്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. അതായത് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സക്സസ്, അതായത് വിജയികൾ എപ്പോഴും അവർ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഉള്ള കാര്യം തന്നെ പുതിയ രീതിയിലാണ് അവർ ചെയ്യുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ അശോകൻ നമ്പ്യാർ സ്മാരക എൻഡോമെന്റ് മുഹമ്മദ് അജാസ് അഹമ്മദിന് സമ്മാനിച്ചു. വിവിധ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മടിക്കി ഗ്രാമപഞ്ചായത്ത് അംഗം വേലായുധൻ കൊടവലം, പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ മജീദ് എടമുണ്ട എന്നിവർ സംസാരിച്ചു. കേശവ് ജി സ്മാരക ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് P നാരായണൻ അധ്യക്ഷത വഹിച്ചു. PV ജയരാജ് സ്വാഗതവും T രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെർക്കള ദേശീയപാതയിലെ സർവീസ് റോഡിലെ കുഴിയിൽ ബൈക്ക് വീണ യാത്രികന് ഗുരുതരം. കർണാടക സ്വദേശിയായ കേശവിക്കാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് ഓർമ്മ നഷ്ടപ്പെട്ട യുവാവിന് സ്വന്തം വിലാസം പോലും കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അപകടമൊളിപ്പിച്ച് വെച്ച് ചെർക്കള ദേശീയപാതയിലെ സർവീസ് റോഡിലെ കുഴികൾ. മഴവെള്ളം നിറയുമ്പോൾ കുഴികൾ തിരിച്ചറിയാതെ യാത്രക്കാർ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. ഒടുവിലായി കർണാടക സ്വദേശിയായ കേശവയ്ക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. റോഡിലെ കുഴിയിൽ അപ്രതീക്ഷിതമായി വീണ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണാണ് യുവാവിന് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് ഓർമ്മ നഷ്ടപ്പെട്ട യുവാവിന് സ്വന്തം വിലാസം പോലും കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. യുവാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന രേഖകളിൽ നിന്നാണ് കേശവ എന്ന പേര് തിരിച്ചറിഞ്ഞത്. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബണ്ട്വാൾ മാണി സ്വദേശിയായ കേശവ പരേതനായ അന്നു ഭാഗി ദമ്പതികളുടെ മകനാണ്. അശാസ്ത്രീയമായി നിർമ്മിച്ച സർവീസ് റോഡിലെ കുഴികളാണ് അപകടത്തിന് കാരണമെന്ന് പൊതുപ്രവർത്തകനായ നാസർ ചെർക്കളം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിർത്താതെ പെയ്യുന്ന മഴയിൽ മൊഗ്രാൽ നാങ്കി കടപ്പുറത്തെ നിരവധി വീടുകൾ വീണ്ടും വെള്ളക്കെട്ട് ഭീഷണിയിലായി. ഏതു നിമിഷവും വെള്ളം വീടുകളിലേക്ക് കയറുമെന്ന അവസ്ഥയിലാണ്. മെയ് അവസാന വാരം പെയ്ത ശക്തമായ മഴയിലും പ്രദേശത്ത് വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. 1.5 പതിറ്റാണ്ട് കാലമായി വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് മൊഗ്രാൽ നാങ്കി കടപ്പുറം. ഇക്കാര്യം പ്രദേശവാസികൾ ഓരോ കാലത്തും അധികൃതരെ അറിയിക്കുന്നുണ്ടെങ്കിലും നടപടിയുണ്ടാകുന്നില്ല. എല്ലാ വർഷവും അധികൃതർ പ്രദേശം സന്ദർശിക്കുന്നതിൽ മാത്രമായി നടപടി ഒതുക്കുന്നുവെന്ന ആക്ഷേപമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ സ്വീകാര്യമല്ലെന്നും അപ്രായോഗികമാണെന്നും പറഞ്ഞ് അധികൃതർ തള്ളിക്കളയുകയാണെന്നാണ് ആക്ഷേപം. കുമ്പള ഗ്രാമപഞ്ചായത്ത് റവന്യൂ വകുപ്പ്, ചെറുകിട ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികളടങ്ങുന്ന സംഘം വർഷം തോറും വെള്ളക്കെട്ട് കാണാൻ ഇവിടെ എത്താറുണ്ട്. എന്നാൽ പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നില്ലെന്നതാണ് പ്രദേശവാസികളുടെ പരാതി. പ്രദേശത്തെ വീടുകൾക്ക് ചുറ്റും മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ 25ഓളം വീടുകളിലെ കുട്ടികൾക്കും പ്രായമായവർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കനത്ത മഴ തുടരുകയാണെങ്കിൽ വെള്ളം വീടുകളിലേക്ക് കയറുന്ന അവസ്ഥയുണ്ടാകും. കഴിഞ്ഞ വർഷം 5ഓളം വീടുകളിൽ ഇവിടെ വെള്ളം കയറിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അബ്ദുൾ ലത്തീഫ് നീലേശ്വരത്തിന്റെ തോട്ടവന്റെ പുസ്തകം കവർ ചിത്രം പ്രകാശനം ചെയ്തു. കുവൈത്തിലെ മംഗഫ് കല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കലാ കുവൈത്ത് ജനറൽ സെക്രട്ടറിയും കൈരളി TV കുവൈത്ത് പ്രതിനിധിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഹിക്മത്ത് TV പ്രകാശനം ചെയ്തു. ദീർഘകാലം കുവൈറ്റ് പ്രവാസിയായിരുന്ന അബ്ദുൾ ലത്തീഫ് നീലേശ്വരം തന്റെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, പരിചയപ്പെട്ട വ്യക്തികൾ തുടങ്ങി എല്ലാം ഉൾപ്പെടുത്തി തോറ്റവന്റെ പുസ്തകം എന്ന തലക്കെട്ടിൽ എഴുതിയ പുസ്തകത്തിന്റെ കവർ ചിത്രം പ്രകാശനം നടന്നു. കുവൈറ്റിലെ മംഗഫ് കല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കലാ കുവൈറ്റ് ജനറൽ സെക്രട്ടറിയും കൈരളി TV കുവൈത്ത് പ്രതിനിധിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഹിക്മത്ത് TV പ്രകാശനം ചെയ്തു. നളിനാക്ഷൻ ഒളവറ അധ്യക്ഷത വഹിച്ചു. ഇർഷാദ്, സുധീർ മടിക്കൈ, യൂസഫ് ഓർച്ച എന്നിവർ സംസാരിച്ചു. മുരളി വാഴക്കോടൻ സ്വാഗതവും കബീർ മഞ്ഞപ്പാറ നന്ദിയും പറഞ്ഞു. ഈ മാസം അവസാനത്തോടെ പുസ്തകം വായനക്കാരിലെത്തുന്നതാണ്. അബ്ദുൾ ലത്തീഫ് കുവൈറ്റിൽ ജോലിക്കിടയിൽ തന്നെ കലാ കുവൈറ്റ്, കേരള മുസ്ലിം അസോസിയേഷൻ, പ്രതിഭ കുവൈത്ത് തുടങ്ങിയ സംഘടനകളിൽ കഥാരചനയിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട്. കുവൈറ്റ് ടൈംസിന്റെ മലയാളം പതിപ്പ്, സമകാലിക വാരികകൾ, കൈത്തിരി മാസിക എന്നിവയിലും കഥകൾ എഴുതാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂൾ 1975-76 SSLC ബാച്ചിന്റെ കുടുംബസംഗമം കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി രാജ് റെസിഡൻസി ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടി സിനിമാ നടൻ കൂക്കൽ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂൾ 1975-76 SSLC ബാച്ചിന്റെ കുടുംബസംഗമം കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി രാജ് റെസിഡൻസി ഹാളിൽ വെച്ചാണ് നടന്നത്. പരിപാടി സിനിമാ താരം കൂക്കൽ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്നുള്ളതൊക്കെ വളരെ കുറഞ്ഞ ഒരു സമയം കൊണ്ട് സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്.
ഹലോ, കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ വളർച്ച നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ഒരു ഇങ്ങനെയുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതുപോലുള്ള സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള വാട്സപ്പ് എന്നുള്ള സംഭവം ഏറ്റവും കൂടുതൽ ഞാൻ ബിസിനസ് അല്ലാതെ പൊതു കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളൊരു പക്ഷേ ഈ SLC കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു കാലഘട്ടത്തിൽ പഠിച്ചവർക്ക് ഇതൊരു പക്ഷേ കണ്ടു തന്നെ വരില്ല, വല്ലപ്പോഴും അവിചാരിതമായിട്ട് കാണുന്നതല്ലാണ്ട് ഒരു പക്ഷേ കണ്ടില്ല എന്ന് ജീവിതകാലത്തെ കണ്ടില്ല എന്നൊക്കെ വരും. ഈ ഒരു സംഭവങ്ങളോട് വാട്സപ്പ് ഗ്രൂപ്പ് വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. എന്താണ് നമുക്ക് ജീവിതത്തിൽ ബാക്കിയുണ്ടാവുന്നത് അല്ലേ? കുറച്ചു കാലം ജീവിച്ചു, കുറേ കാലം ഉറങ്ങിയിട്ട് പോയി, കുറേ കാലം കുട്ടിക്കാലമായിട്ട് പോയി, പിന്നീട് ഏറ്റവും ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കേണ്ട സുന്ദരമായ കാലഘട്ടമാണ് ഈ പറഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസ കാലം. വി സുരേന്ദ്രൻ കേളോത്ത് അധ്യക്ഷത വഹിച്ചു. എൻ ജനാർദ്ദനൻ, കെ പ്രഭാകരൻ, കെ കുഞ്ഞിരാമൻ, കെ ഷീല, ടി രാമൻ നായർ, ഉണ്ണി ബാനം എന്നിവർ സംസാരിച്ചു. കെ ഭാസ്കരൻ പുല്ലൂർ സ്വാഗതവും പി മോഹനൻ മാവുങ്കാൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് അംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഇളനീരഭിഷേകം നറുനെയ്യഭിഷേകം തിരുകൃപ കൊണ്ടഭിഷേകം ദാസനും തിരുകൃപ കൊണ്ടഭിഷേകം ഇളനീരഭിഷേകം നറുനെയ്യഭിഷേകം തിരുകൃപ കൊണ്ടഭിഷേകം ദാസനു തിരുകൃപ കൊണ്ടഭിഷേകം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയയിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിവരുന്ന വോയിസ് ഓഫ് പെരിയ അനുമോദനം സംഘടിപ്പിച്ചു. പുരസ്കാര വിതരണവും നടന്നു. ക്രൈംബ്രാഞ്ച് SP പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. പെരിയയിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിവരുന്ന വോയിസ് ഓഫ് പെരിയ അനുമോദനവും പുരസ്കാര വിതരണവും നടത്തി. ക്രൈംബ്രാഞ്ച് SP പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെപ്പോലുള്ള മനുഷ്യ സ്നേഹികളുടെ ഇടയിൽ ചിലവഴിക്കാൻ പറ്റുക എന്നതിൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇങ്ങനെയുള്ള പല പരിപാടികളിൽ ഞാൻ സ്ഥിരമായി പോകാറുണ്ട്. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനുഷ്യനെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, മനുഷ്യനും മറ്റുള്ള മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം. ഒരു ആനയുടെ അല്ലെങ്കിൽ ആടിൻ്റെയോ പശുവിൻ്റെ ഒക്കെ കുഞ്ഞ് ഇത് ജനിച്ചതിനപ്പം തന്നെ അതിന് എഴുന്നേറ്റ് ഓടാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചാൽ എത്ര ആൾക്കാരാണ് അതിനെ കൈപിടിക്കുക, നടക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ ഒരുപാട് പേരുകൾ കൈപിടിച്ചാൽ മാത്രമാണ് മനുഷ്യന് നടക്കാൻ പറ്റും. അപ്പോൾ ചെറുപ്പത്തിൽ മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് എന്ന് പ്രകൃതി തന്നെ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതാണെന്ന് ഞാൻ കരുതുന്നു. വോയിസ് ഓഫ് പെരിയ പ്രസിഡന്റ് VK അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് R ശിവശങ്കരൻ, PV രവീന്ദ്രൻ നായർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിയ യൂണിറ്റ് പ്രസിഡന്റ് E നാരായണൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി മധു പൊന്നാരറ്റ സ്വാഗതവും ട്രഷറർ സചീന്ദ്രൻ നന്ദിയും പറഞ്ഞു. വിമാനാപകടത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് തുടി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കാളിച്ചാനൊടുക്കത്ത് വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. കോടോംവേളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. തുടി സാംസ്കാരിക വേദി കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ SLC+2 പരീക്ഷകളിൽ വിജയം നേടിയ മാവിലൻ മലവേട്ടുവൻ ഗോത്ര വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരിക്കലും കാളിച്ചാനടുക്കം ഗ്രാമസഭാ ഹാളിൽ വെച്ച് നടന്നു. തുടി സാംസ്കാരിക വേദി ട്രഷറർ മോഹനൻ കോട്ടപ്പാറയുടെ അധ്യക്ഷതയിൽ കോടോംവേളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലാരംഗത്ത് മികച്ച പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന തുടി സാംസ്കാരിക വേദിയുടെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പരിപാടിയിലാണ് നമ്മളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ SSC അതുപോലെ തന്നെ +2 പോലുള്ള പരീക്ഷകളിൽ അതിനപ്പുറത്തുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രതിഭകളായിട്ടുള്ള ആളുകളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സംഘാടകരോട് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നിപ്പോ 4 സ്ഥലങ്ങളിൽ നമ്മുടെ ജില്ലയുടെ വിവിധങ്ങളായിട്ടുള്ള 4 മേഖലകളിൽ നമ്മുടെ പഞ്ചായത്തിന് സാരഥികൾ അതുപോലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ട്
നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അനുമോദിക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. 13ാം വാർഡ് മെമ്പർ നിഷ അനന്തൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ST പ്രൊമോട്ടർ സുധാ കെ, നമ്മന ഒരുമൈ പ്രസിഡന്റ് മധു സി തുടങ്ങിയവർ സംസാരിച്ചു. സി കൃഷ്ണൻ സ്വാഗതവും വിജയകുമാർ വി നന്ദിയും പറഞ്ഞു. 100-ലധികം വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി. തുടർന്ന് ജാഫർ ചായോത്ത് നയിച്ച മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാലിച്ചാനടുക്കം. TKK നായരുടെ സ്മരണയ്ക്കായി കാഞ്ഞങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന TKK ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 18ാമത് പുരസ്കാരം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകനും പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക മാനേജിംഗ് ട്രസ്റ്റിയും ജനറൽ സെക്രട്ടറിയുമായ KS മോഹനന്. ആഗസ്റ്റ് 2ാം വാരം കാഞ്ഞങ്ങാട്ട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നാടിന്റെ നിറസാന്നിധ്യവുമായിരുന്ന TKK നായരുടെ സ്മരണയ്ക്കായി കാഞ്ഞങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന TKK ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 18ാമത് പുരസ്കാരം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകനും പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക മാനേജിംഗ് ട്രസ്റ്റിയും ജനറൽ സെക്രട്ടറിയുമായ KSJ മോഹന. ഓഗസ്റ്റ് 2ാം വാരം കാഞ്ഞങ്ങാട്ട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് TKK ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, വൈസ് ചെയർമാൻ K വേണുഗോപാലൻ നമ്പ്യാർ, ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അസ്ലം, സെക്രട്ടറി TK നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനാരോഗ്യം കൊണ്ട് അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ്. നമ്മുടെ ഈ നാടിന്റെ ഒരു അഭിമാനമായി പറയാവുന്ന കാനായി ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന സായറാം ഭട്ട്, മന്ത്രി കടന്നപ്പള്ളി രാജേന്ദ്രൻ, മുൻ MLA കുഞ്ഞിരാമൻ നമ്പ്യാർ, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു നെടുന്തൂണായി ഈ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ലോക്യ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന KC ഭാസ്കരൻ മാസ്റ്റർ, ശ്രീധര കാമത്ത്, വ്യാപാരി വ്യവസായി മേഖലയിൽ നമ്മുടെ നാടിന് ഏറെ അറിയപ്പെടുന്ന വ്യക്തി, അതുപോലെ ചികിത്സാ രംഗത്ത് കുട്ടികളുടെ ചികിത്സയുടെ രംഗത്ത് നമ്മുടെ മലബാറിൽ അറിയപ്പെടുന്ന ഡോക്ടർ DC പത്മനാഭൻ, സംഗീത നാടക അക്കാദമി പോലുള്ള കേരളത്തിലെ ഏറ്റവും വിശിഷ്ടമായ സ്ഥാപനങ്ങളെ നയിച്ച ഡോക്ടർ PV കൃഷ്ണൻ നായർ, പ്രൊഫസർ MA റഹ്മാൻ, ചിത്രകാരൻ കുണിഞ്ചിത്തായ ഡോക്ടർ AM ശ്രീധരൻ, യൂസഫ് അലി, AK നാരായണൻ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ നമ്മുടെ സംഗീതരത്നം രാമചന്ദ്രനെ ഈ പുരസ്കാരം നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഓഗസ്റ്റ് 2ാം വാരത്തിൽ കാഞ്ഞങ്ങാട്ട് നടക്കുന്ന ചടങ്ങിലായിരിക്കും സമർപ്പണം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലയൺസ് ഡിസ്ട്രിക്ട് 318 ഈ അമ്പലത്തറ സ്നേഹാലയത്തിലേക്ക് 15 സ്റ്റീൽ കട്ടിലുകൾ നൽകി. സ്നേഹാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ PMJF സ്നേഹാലയത്തിന്റെ ഡയറക്ടർ ബ്രദർ ഈശോദാസിന് കട്ടിലുകൾ കൈമാറി. ലയൺസ് ഡിസ്ട്രിക്ട് 318 യുടെ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് അമ്പലത്തറയിലെ സ്നേഹാലയത്തിലുള്ള അന്തേവാസികൾക്ക് 15 സ്റ്റീൽ കട്ടിലുകൾ നൽകി. സ്നേഹാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ PMJF സ്നേഹാലയത്തിന്റെ ഡയറക്ടർ ബ്രദർ ഈശോദാസിന് കട്ടിലുകൾ കൈമാറി. ഞാൻ ഇവിടെ വന്ന് മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത് 195ഓളം അന്തേവാസികൾ ഈശോദാസിൻ്റെ നേതൃത്വത്തിൽ ഇത്ര നല്ല രീതിയിൽ എന്താ പറയുക ക്ലീൻനെസ്സായാലും അതേപോലെ തന്നെ മറ്റേ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളായാലും മറ്റു വൃത്തി എത്ര നല്ല പറഞ്ഞാലും നമുക്ക് ഇതാവില്ല. നമ്മുടെ വീട്ടിലൊക്കെ കുറേ ആൾ കിടപ്പ് രോഗികളായാലും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഒരാൾക്കും മനസ്സിലാവും. അപ്പോൾ അത്രമാത്രം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഈ ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റിയ ഞങ്ങൾ അതിയായി സന്ദർശിക്കുന്ന ഞങ്ങൾ എല്ലാവരും. അപ്പോൾ നമ്മൾ ഭാവിയിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈശോദാസിന് ചെയ്യുന്ന ഉറപ്പേറ്റമാക്കി ഞാൻ തരുന്നു. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ്, മുൻ ഗവർണർ ശ്രീനിവാസ ഷേണായി, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഓഫീസർമാരായ P ഗംഗാധരൻ, ചാക്കോ C ജോസഫ്, K ഗോപി, K സുകുമാരൻ നായർ, ശ്രീകണ്ഠൻ നായർ, രാജേന്ദ്ര ഷേണായി, ശ്യാം പ്രസാദ്, രാജൻ മീങ്ങോത്ത് എന്നിവർ പങ്കെടുത്തു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ഷാജി ജോസഫ് സ്വാഗതവും സിദ്ധാർത്ഥൻ വണ്ണാരത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കനത്ത മഴയിൽ വെള്ളം കയറി പിലിക്കോട് കാളിക്കടവ് ടൗണിൽ വ്യാപാരികളും നാട്ടുകാരും ദുരിതത്തിലായി. ദേശീയപാത നിർമ്മാണ ഭാഗമായി ഒരുക്കിയ സർവീസ് റോഡിലും ടൗണിലെ എരവിൽ റോഡ് ജംഗ്ഷന് സമീപവുമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്.
ആഴ്ചകൾക്ക് മുൻപ് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് പരിസരത്തെ വ്യാപാരികളുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും തൊഴിലിനെ ബാധിക്കുന്ന തരത്തിൽ സർവീസ് റോഡിലുണ്ടായ രീതിയിൽ വെള്ളക്കെട്ട് തിങ്കളാഴ്ച രാവിലെ വീണ്ടും രൂപപ്പെട്ടു. ഇതോടൊപ്പം കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള പഴയ ബസ് സ്റ്റോപ്പ് മുതൽ KSCB ഓഫീസിനടുത്ത് വരെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് പ്രദേശത്തെ 15-ൽ പരം വ്യാപാരികളുടെ വ്യാപാരം നിലയ്ക്കാൻ കാരണമായി. മഴ ഇന്നും ഇന്നലെ വരുന്നതല്ല. കാരണം വെച്ചാൽ ഏതാണ്ട് 1-2 വർഷമായി നമ്മൾ ഇത് അനുഭവിക്കുന്നത്. വ്യാപാരികൾ ഏതാണ്ട് MR ബേക്കറി മുതൽ ഈ സിൻഡിക്കേറ്റ്, പഴയ സിൻഡിക്കേറ്റ് ബാങ്കും അതേമാതിരി കൾവർട്ട് വരെ ഏത് സമയത്തും ഈ മഴക്കാലത്ത് വെള്ളമാണ്. ഈ വ്യാപാരികൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതിൻ്റെ ഒരു ദുരിതത്തിലാണുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്യേണ്ടതല്ല, ഹൈവേക്കാർ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. ഹൈവേക്കാർ ഈ സമയത്ത് ഡ്രൈനേജ് കംപ്ലീറ്റ് JCB വെച്ച് വൃത്തിയാക്കി. പക്ഷേ പഞ്ചായത്ത് ചെയ്യേണ്ട ഈ കൾവർട്ടിന് അപ്പുറമുള്ള എരവിൽ ഭാഗത്തേക്കുള്ള ഡ്രെയിനേജ് വൃത്തിയാക്കിയിട്ടില്ല. പക്ഷേ അവിടുന്ന് ഇപ്പോൾ ഓവർഫ്ലോ ആയിട്ടാണ് വെള്ളം പോകുന്നത്. ഇപ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഇപ്പം വെള്ളം ഇങ്ങനെ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ മാത്രമല്ല, കാരണം വെച്ചാൽ ആർക്കും സാധനം വാങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കടയുടെ വരാന്ത വരെ വെള്ളം നിറഞ്ഞതോടെ കടകൾ ഓരോന്നായി വ്യാപാരികൾ അടയ്ക്കുകയായിരുന്നു. രാവിലെ തുറക്കുമ്പോൾ ചെറിയ തോതിലാണ് വെള്ളമുണ്ടായതെങ്കിൽ കുറച്ചു കഴിഞ്ഞ് ക്രമാതീതമായി വെള്ളമുയർന്നു. ഓവുചാൽ മുങ്ങി നീങ്ങിയ വെള്ളത്തിന്റെ ഒഴുക്ക് വ്യാപാരികളെയും നാട്ടുകാരെയും ഒരുപോലെ ദുരിതത്തിലാക്കി. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി അധികൃതരുടെയും മേൽനോട്ടം വഹിക്കുന്നവരുടെയും അശ്രദ്ധയാണ് മഴ തുടങ്ങിയപ്പോഴേ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം ഒഴുകിയെത്താൻ കാരണമായതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ചെറുവത്തൂർ കുളനാട് മലയിൽ വിള്ളൽ. വനഭൂമിയിലാണോ വിള്ളൽ അനുഭവപ്പെട്ടത്? നെല്ലിക്കാൽ അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത്. കാസർഗോഡ് ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ കഴിഞ്ഞ ദിവസം മാത്രം 2 മരണം റിപ്പോർട്ട് ചെയ്തു. മലയോര മേഖലകളിലും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് പെരുമ്പട്ടയിൽ യുവാവ് സ്കൂട്ടർ അപകടത്തിൽ മരിച്ചു. പെരുമ്പട്ട കല്ലുവളപ്പിലെ രഞ്ജിത്താണോ മരിച്ചത്. കുണ്ട്യം പെരുമ്പട്ട പാലത്തിന് സമീപം സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. രാവിലെ റോഡിന് താഴെ കുറ്റിക്കാട്ടിൽ സ്കൂട്ടർ കണ്ട നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ചീമേനി പോലീസ് സ്ഥലത്തെത്തി. കാസർഗോഡ് പുത്തികെ മംഗലടുക്ക തലമുകർ റോഡിൽ കുന്നിടിഞ്ഞു വീണ പുത്തികെ ധർമ്മത്തടുക്ക തലമുകറിലെ CPM ബ്രാഞ്ച് ഓഫീസ് തകർന്നു. ഓഫീസിന്റെ പിന്നിൽ നിന്നും മണ്ണു നീങ്ങിയാണ് ചുമരിൽ വിള്ളലുണ്ടായത്. തുടർന്ന് മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. മണ്ണിടിയുന്നതറിഞ്ഞോ ഇവിടെ എത്തിയ പ്രദേശവാസികൾ നോക്കി നിൽക്കെ ചുമരിടിഞ്ഞു ഓഫീസ് നിലംപൊത്തി. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. KMA പ്രസിഡന്റ് CK ആസിഫ് പതാക ഉയർത്തി. സാഹചര്യങ്ങൾ സാധ്യതകളാക്കി മാറ്റണം. പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട, അശോകൻ നമ്പ്യാർ അനുസ്മരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ചെർക്കള ദേശീയപാതയിലെ സർവീസ് റോഡിലെ കുഴിയിൽ ബൈക്ക് വീണ് യാത്രികന് ഗുരുതരം. കർണാടക സ്വദേശിയായ കേശവയ്ക്കാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് ഓർമ്മ നഷ്ടപ്പെട്ട യുവാവിന് സ്വന്തം വിലാസം പോലും കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. നിർത്താതെ പെയ്യുന്ന മഴയിൽ മൊഗ്രാൽ നാങ്കി കടപ്പുറത്തെ നിരവധി വീടുകൾ വീണ്ടും വെള്ളക്കെട്ട് ഭീഷണിയിലായി. ഏത് നിമിഷവും വെള്ളം വീടുകളിലേക്ക് കയറുമെന്ന അവസ്ഥയിലാണ് മെയ് അവസാന വാരം പെയ്ത ശക്തമായ മഴയിലും പ്രദേശത്ത് വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.